ടർബൻഡ് ടൊർണാഡോ 114 വയസ്സിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞു. ആരാണ് ഈ ടർബൻഡ് ടൊർണാഡോ? 89 വയസ്സിൽ നിങ്ങൾ എന്തു ചെയ്യും? സർക്കാരിന്റെ ക്ഷേമ പെൻഷനും വാങ്ങി വല്ല മൂലയിലും ചുരുണ്ടിരിക്കുമെന്നാണ് ഉത്തരമെങ്കിൽ ഫൗജ സിംഗ് തന്റെ 89 വയസ്സിലാണ് ആദ്യത്തെ മാരത്തോൺ ഓട്ടം ഓടിത്തുടങ്ങുന്നത്. ലണ്ടനിലും ടൊറന്റോയിലും ഹോങ്കോങ്ങിലും ഉൾപ്പെടെ 18 ലോക പ്രശസ്ത മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്ത ഫൗജ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഓട്ടക്കാരെന്ന ഖ്യാതി നേടി. 2012 ലണ്ടൻ ഒളിമ്പിക്സിലുള്ള ദീപശിഖ വാഹകനായിരുന്ന ഫൗജ സിംഗ് 101 വയസ്സിൽ വിരമിച്ചു. ഹോങ്കോങ് ചൈനയിൽ നടന്ന തന്റെ അവസാന ദീർഘദൂര മത്സരോട്ടത്തിൽ 1 മണിക്കൂർ 32 മിനിറ്റ് 28 സെക്കൻഡിൽ 10 കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം വിരമിച്ചത്. ഓർക്കുക, ഓടിയത് അദ്ദേഹത്തിന്റെ 30 വയസ്സിലോ 40 വയസ്സിലോ 50 വയസ്സിലോ അല്ല, തന്റെ 101 വയസ്സിലാണ്. ഗിന്നസ് റെക്കോർഡ് പക്ഷേ അദ്ദേഹത്തിന്റെ നേട്ടത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമായ ഒരു ജനറൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ 114 വയസ്സിലും വാർദ്ധക്യ സഹജമായ ഒരു അസ്കിതയുമില്ലാതെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ വാഹനമിടിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. സമ്പൂർണ്ണ സസ്യാഹാരിയായിരുന്ന ടർബൻഡ് ടൊർണാഡോ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഫൗജയുടെ ജീവചരിത്രം അതേ പേരിൽ തന്നെ പ്രമുഖ എഴുത്തുകാരൻ ഹുച്ചന്ത് സിംഗ് എഴുതി പുസ്തകമാക്കിയിരുന്നു. യൗവനത്തിലെ വൃദ്ധരാകുന്ന നമ്മുടെ യുവാക്കൾക്കുള്ള യുവത്വം നശിക്കാത്ത മറുപടിയും പ്രചോദനവുമായിരുന്ന ഫൗജയുടെ ഓർമ്മകൾക്കും മാരത്തോൺ പോലെ ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ.